ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. സച്ചി ശ്രുതിയോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ലായിരുന്നു ഇവരെ വിശ്വസിക്കരുതെന്ന്. ഇവൻ കള്ളത്തരം മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരുത്തനാ, ഇവനെ വിശ്വസിക്കാനേ കൊള്ളത്തില്ല എന്ന്. അന്നേരമൊക്കെ നിങ്ങൾ എന്നെ കളിയാക്കുകയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്, എനിക്ക് ജോലിയില്ല എന്ന് പറഞ്ഞ് എന്തെല്ലാമാണ് എന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. 2 ദിവസം ഞാൻ വീട്ടിലിരുന്നപ്പം എന്നെ പറയാത്തതൊന്നുമില്ലായിരുന്നു നിങ്ങളെല്ലാവരും എന്ന്. അന്നേരം രേവതി പറയുന്നുണ്ട്, ഞാൻ ഈ സമയത്ത് പറയുകയാണെന്ന് വിചാരിക്കരുത് ശ്രുതി, എൻ്റെ സച്ചേട്ടൻ ആണെങ്കിൽ ഒരു ഡ്രൈവറാണ്. പക്ഷേ ആ ഡ്രൈവർ ജോലിയെ പോലും നിങ്ങൾ ഒരുപാട് താഴ്ത്തി കെട്ടിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പം നിങ്ങളുടെ ഭർത്താവോ രാവിലെ ഇസ്തിരിയിട്ട് ഡ്രസ്സ് വിട്ടുകൊണ്ട് പോയി പാർക്കിൽ കിടന്ന് ഉറക്കവും കഴിഞ്ഞ് വരുവല്ലേ ചെയ്യുന്നത്, അല്ലാതെ എൻ്റെ ഭർത്താവിനെ പോലെ അധ്വാനിച്ച് ജീവിക്കുകയല്ലല്ലോ ചെയ്യുന്നതെന്നൊക്കെ പറയും. ശ്രുതി ആകെ അങ്ങ് നാണം കെട്ടിട്ട് ഒന്നും പറയാൻ പറ്റാത്ത പരുവത്തിൽ അങ്ങ് കുനിഞ്ഞ് നിന്ന് അങ്ങ് കരയുകയാണ്. ശ്രുതി അന്നപ്പോൾ ചെന്ന് ശ്രുതിയോട് എക്സ്ക്യൂസ് പറയാനായിട്ട് ചെല്ലുന്നുണ്ട്. കയ്യെ പിടിക്കുന്ന ഉടനെ ആ കൈ തട്ടി മാറ്റി കരഞ്ഞുകൊണ്ട് ശ്രുതി മേളിലോട്ട് കയറി അങ്ങ് ഓടിപ്പോകുന്നു. അന്നേരം അതിൻ്റെ പുറകെ ചെല്ലാൻ പറഞ്ഞ് ചന്ദ്രമതി ശ്രുതിയെ തള്ളിവിടും. ചെല്ലടാ അവളെ ചെന്ന് സമാധാനിപ്പിക്കുന്നൊക്കെ പറഞ്ഞ് ശ്രുതി റൂമിൽ ചെല്ലുമ്പോൾ ശ്രുതി ഇരുന്ന് കരയുകയാണ്. എന്നിട്ട് ശ്രുതി എന്നോരോ എക്സ്ക്യൂസൊക്കെ പറയും, എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ നീ അതെങ്ങനെ എടുക്കുമെന്നുള്ള അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്, നീ എന്നെ വിട്ടുപോകുമോ എന്നുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് പറയാതിരുന്നതെന്നൊക്കെ പറയും. എന്നാലും നിനക്ക് എന്നോട് സത്യം പറയാമായിരുന്നല്ലോ, നീ അമ്മയോട് പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ, എന്നിട്ട് എന്തുകൊണ്ടാണ് എന്നോട് പറയാഞ്ഞത്? ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തെന്നറിയാവോ? അപ്പം നീ എന്നെ ചതിക്കുകയല്ലേ ചെയ്തിരുന്നത്, നീ ചതിയനാന്ന് പറഞ്ഞ് ശ്രുതി കരയും. എന്നിട്ട് പറയും, നിന്നെ എനിക്ക് കാണുകയേ വേണ്ട, ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞിരിക്കും. അന്നേരത്തേന് ശ്രുതിക്ക് അങ്ങ് താങ്ങാനേ പറ്റുന്നില്ല. ശ്രുതിയെ തള്ളി ഇടുന്നൊക്കെ ഉണ്ട് ശ്രുതി. എന്നിട്ട് പറയും, ഞാനാണെങ്കിൽ എന്ത് കാര്യങ്ങളും നിന്നോട് ഞാൻ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു, എന്നിട്ട് നീ എന്നെ വിശ്വസിച്ചില്ല, നീ എനിക്ക് ഒരു സ്ഥാനവും തന്നില്ല, അതുകൊണ്ടല്ലേ നീ എന്നോട് ഇങ്ങനെയുള്ള ഒരു കാര്യം പറയാഞ്ഞത്. നിനക്ക് ജോലി ഇല്ലെങ്കിൽ എന്താ കുഴപ്പം, വേറൊരു ജോലി കിട്ടുമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയല്ലേ ഞാൻ ചെയ്യാറുള്ളൂ, എന്നിട്ട് പിന്നെ നീ എന്തിനാ എന്നിൽ നിന്ന് ഇത് മറച്ചു വെച്ചത്? ഇതെനിക്ക് താങ്ങാതിനും അപ്പുറമായ ഒരു ഷോക്കായിപ്പോയി എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങ് കരയുകയാണ്. ശ്രുതി എന്ത് പറഞ്ഞാലും ശ്രുതി അങ്ങനെ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല, ഭയങ്കര കരച്ചിൽ തന്നെയാണ്. എന്നിട്ട് പറയും, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചാണ് ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് വന്നത്, അപ്പോൾ അവിടെയെങ്കിലും എനിക്ക് സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചാണ് ഞാൻ നിന്നെ സ്നേഹിച്ച് ഇവിടെ കഴിഞ്ഞുകൂടിയത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത് വീണ്ടും ഒരു തിരിച്ചടിയായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ്. എന്നിട്ട് ശ്രുതി പിന്നെ ശ്രുതിയുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ ചെല്ലുകയാണ്. എന്നിട്ട് ആ കൂട്ടുകാരിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കരയും. അന്നേരം ആ കുട്ടി സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഇനി അങ്ങനെ നീ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല, എന്നാലും സാരമില്ല, അയാൾ ചെയ്തത് തെറ്റായിപ്പോയി, കാര്യം ശരിയാണ്, എന്നാൽ പോലും നീ ഇനി അതൊക്കെ അങ്ങ് ക്ഷമിച്ച് അങ്ങ് നിന്നാൽ മതി എന്നൊക്കെ പറയും. എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അവൻ എന്നോട് ഇങ്ങനെ ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേന് ആ കൂട്ടുകാരി പറയുന്നുണ്ട്, നീ എന്തിനാ ഇപ്പം അവൻ ആ ചെറിയ തെറ്റ് പറഞ്ഞതിന് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? അപ്പോൾ നീ ചെയ്ത തെറ്റോ, എന്തോരം വലിയ തെറ്റുകളാണ് നീ അവനിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നത്, അതൊക്കെ അറിഞ്ഞാനുള്ള ശ്രുതിയുടെ പ്രതികരണം എന്തായിരിക്കും നീ ഓർത്തോന്ന് ചോദിക്കും. അതൊക്കെ കാര്യം ശരിയാണ്, പക്ഷേ എന്നാലും എനിക്കിത് മാത്രം കൂടി സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ശ്രുതി ഇരുന്ന് കരയുകയാണ്. എനിക്കിപ്പോൾ ഈ ലോകത്ത് ആരും വിശ്വസിക്കാൻ പറ്റുന്നില്ല, എല്ലാവരും എന്നെ ചതിക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ചവൻ എന്നെ ചതിച്ചൊരു കുട്ടിയെ തന്നിട്ട് അങ്ങ് പോയി, പിന്നീട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിച്ച് വളർന്നു വന്നത്, എന്നിട്ട് വീണ്ടും ഇപ്പം ഒരു നല്ല ജീവിതം കിട്ടിയെന്ന് ആശ്വസിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടിയത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ പഠിത്തമില്ലാത്തവനായ സച്ചി പോലും എന്നെ എന്തെല്ലാമാ പറഞ്ഞത്. ഇപ്പോൾ സച്ചിയും രേവതിയൊക്കെ കൈകൊട്ടി ചിരിക്കുന്നുണ്ടായിരിക്കും, ഞാൻ എല്ലാവരുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ടി വന്നു, അതല്ല ഈ ശ്രുതിയുടെ കള്ളത്തരം കാരണമല്ലേ? അവനത് എന്നോട് പറഞ്ഞാൽ എന്നായിരുന്നു കുഴപ്പം, ജോലിയില്ലെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം, അതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശ്രുതി അങ്ങ് കരയുകയാണ്. എന്തായാലും നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് കൂട്ടുകാരി പറയും. എന്നാൽ ഞാൻ കാപ്പി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകും. എന്നിട്ട് കാപ്പി എടുത്തിട്ട് തിരിച്ച് വരുമ്പോഴത്തേന് ശ്രുതിയെ അവിടെ കാണത്തില്ല. കൂട്ടുകാരി അവിടെ എല്ലാം തപ്പി നടക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ശ്രുതിയെ വിളിച്ച് ചോദിക്കും, ശ്രുതി അവിടെ വന്നോന്ന്. ഉടനെ ശ്രുതി കൂട്ടുകാരിയുടെ അടുത്ത് കാണുന്നോർത്താണ് ശ്രുതി ഇരുന്നത്. അന്നേരം ഞാൻ അവളെ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ പറയാം, സമാധാനിപ്പിക്കാം, സോറി പറയാം എന്നൊക്കെ പറയുമ്പോഴത്തേന് കൂട്ടുകാരി പറയും, അവൾ ഇവിടെ ഇല്ല, നിങ്ങൾ എന്ത്
പണിയാണ് കാണിച്ചത്. നിങ്ങൾ ഇങ്ങനത്തെ കള്ളത്തരം അവളോട് കാണിച്ച കാരണം അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അവൾ ഇവിടെ വന്ന് പറയുകയും കരയൊക്കെ കുറച്ച് നേരം ചെയ്തു. എന്നിട്ട് ഞാൻ കാപ്പി എടുക്കാൻ പോയ സമയത്ത് അവൾ ഇറങ്ങിപ്പോയി. എവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല, അവളെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാർ പറയുമ്പോഴത്തേന് ആകെ ശ്രുതിക്ക് ടെൻഷനാകുകയാണ്. എന്നിട്ട് ശ്രുതി ഉടനെ ഓടി താഴെ വരും. അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വന്ന് പറയും, അമ്മേ ശ്രുതിയെ കാണുന്നില്ല, അവൾ അവിടെ കൂട്ടുകാരുടെ വീട്ടിൽ ചെന്നിരുന്നു. എന്നിട്ട് ഇപ്പോൾ കൂട്ടുകാർ വിളിച്ച് പറഞ്ഞു ഇപ്പോൾ അവളെ അവിടുന്ന് കാണുന്നില്ല എന്ന് പറഞ്ഞമ്മേ അവൾക്ക് എന്നാ പറ്റി, എന്തെല്ലാം സങ്കടമൊക്കെ ഉണ്ടായി, ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലെന്ന് പറഞ്ഞ് അവൾ ഒത്തിരി സങ്കടപ്പെട്ടതല്ലേ, ഇതിനെല്ലാം കാരണക്കാരൻ ഇവനാന്ന് പറഞ്ഞ് സച്ചിയുടെ കോളറെ പിടിച്ചു പൊക്കുന്നുണ്ട്. എന്നിട്ട് നീ ഒറ്റ ഒരുത്തനാടാ കാരണം, നീ കാരണമല്ലേ എൻ്റെ ശ്രുതി എന്നെ വിട്ടുപോയത്, നിനക്കിപ്പോൾ അതെല്ലാം വീഡിയോ പിടിച്ച് ഇവിടെ കൊണ്ട് കാണിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ച് സച്ചിയെ ഇട്ട് ഒലയ്ക്കുകയാണ് ശ്രുതി. അന്നേരത്തേന് എല്ലാവരും കൂടെ കൂടി സച്ചിയും ശ്രുതിയും പിടിച്ചു മാറ്റാനായിട്ട് തുടങ്ങുന്നുടനെ രവീന്ദ്രന് പെട്ടെന്ന് ചുമ വരികയോ ശ്വാസം മുട്ടുകൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് എല്ലാവരും അച്ഛാന്ന് പറഞ്ഞ് പെട്ടെന്ന് രവീന്ദ്രനെ താങ്ങുകയാണ്. അങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.